സൗത്തു സഫീരിൽ ബുൽബുലി ഹയ്യജ ഖൽബി സമലി. ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പാട്ടാണത്. അതിന് പിന്നിൽ രസകരമായൊരു കഥയുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അത് അബൂ ജഅഫർ അൽ മൻസൂർ എന്ന് പറയുന്ന പിശുക്കനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു. പണ്ടത്തെ കാലത്തൊക്കെ കവികൾ ജീവിച്ചിരുന്നത് കൊട്ടാരത്തിൽ പോയിട്ട് കവിത എല്ലാം ചൊല്ലിയിട്ട് അവിടെ നിന്ന് കിട്ടുന്ന സമ്മാനം കൊണ്ടാണ്. ഈ പിശുക്കനായ രാജാവിന് സമ്മാനം കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. അതുകൊണ്ട് തന്നെ മുമ്പ് ഒരു ടെക്നിക്ക് ഉപയോഗിച്ചു. ഇയാൾക്ക് ഭയങ്കര നല്ല ഓർമ്മശക്തിയാണ്. ഇയാളെ പോലെ തന്നെയാണ് ഇയാളുടെ സെർവന്റുകളും. രാജാവിന് ഒരു വട്ടം ഒരു കാര്യം കേട്ടാൽ ഇവിടെ മനസ്സിലങ്ങോട്ട് പതിയും, മനപ്പാടാവും. സെർവന്റിൽ ഒന്നാമത്തെ ആൾക്ക് 2 വട്ടം ഒരു കാര്യം കേട്ടാൽ മനപ്പാടാവും. 3ാമത്തെ പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ 2ാമത്തെ സെർവന്റിന് മനസ്സിലാവും. അപ്പൊ അത്രയും ഓർമ്മശക്തിയുള്ള രാജാവും സെർവന്റുകളാണ്. ടെക്നിക്ക് എടുക്കുന്നവര് ഇവർ പറയും, ആരും ചൊല്ലാത്ത, ആരും കേൾക്കാത്ത കവിത ചൊല്ലിയാലും മാത്രമാണ് ഇനി സമ്മാനം തരുള്ളൂ. അതുകൊണ്ട് സമ്മാനം വേണമെങ്കിൽ കവികൾ വന്നോളൂ എന്ന് പറയും. സമ്മാനം എന്താ വെച്ചാല്, ഏതിലാണോ കവിത എഴുതിയിട്ടുള്ളത് ആ പേപ്പറിന്റെ അല്ലെങ്കിൽ ആ എഴുതപ്പെട്ട സാധനത്തിന്റെ തൂക്കം അനുസരിച്ചാണ് സ്വർണം. ഇതാണ് സമ്മാനം. കവികൾ വരും, കവിത ചൊല്ലും. രാജാവിന് ഒറ്റ പ്രാവശ്യം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, രാജാവ് കവിത എഴുതി ചൊല്ലും. 2 വട്ടം കേട്ട് കഴിഞ്ഞാൽ രാജാവിന്റെ സെർവന്റുകൾക്കും മനസ്സിലാവും, അവരും ചൊല്ലും. കവികൾ കൊടുക്കും. ഒരാളും കേൾക്കാത്ത, ആർക്കും അറിയാത്ത കവിത ചൊല്ലാൻ ആർക്കും കഴിയില്ല. അങ്ങനെ കവികളുടെ ഒക്കെ അന്നം മുട്ടും. കവികൾ ഈ വിഷയം പോയിട്ട് അസ്മായി എന്ന് പറയുന്ന കവിയോട് പറയും. അസ്മായിക്ക് കാര്യം മനസ്സിലാവും, എന്തോ ഒരു ചതി ഇതിന് പിന്നിലുണ്ടെന്ന് ഇവർക്ക് മനസ്സിലാവും. അസ്മായി വേഷം മാറിയിട്ട് കൊട്ടാരത്തിലെത്തും. എനിക്ക് കവിത അല്ലാണ്ട് എന്ന് പറയും. ചൊല്ലിക്കോളൂ, വ്യവസ്ഥ അറിയാമല്ലോ എന്ന് ചോദിക്കും. ഓ അറിയാം, ഞാൻ റെഡിയാണ്. അദ്ദേഹം ചൊല്ലാൻ തുടങ്ങും, സൗത്തു സഫീരിൽ ബുൽബുലി ഹയ്യജ ഖൽബി സമലി. അങ്ങനെ ചൊല്ലിപ്പോകെ രാജാവിന്റെ കിളി പോകും. കാരണം ഒരിക്കലും ഓർത്തു വെക്കാൻ പറ്റാത്ത ടഫായിട്ടുള്ള വാക്കുകളാണ് കവിതയിൽ നിറച്ചുള്ളത്. കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വാക്കുകളാണ്. ചൊല്ലിക്കഴിയും. രാജാവിന് ഏറ്റുകൊല്ലാൻ കഴിയില്ല, അതുപോലെ തന്നെ സെർവന്റുകൾക്കും ഏറ്റുകൊല്ലാൻ കഴിയില്ല. സമ്മാനം കൊടുക്കേണ്ടതായിട്ട് വരും. പേപ്പർ എടുക്കാൻ പറയും, എഴുതിയ പേപ്പർ കൊണ്ടുവരാൻ പറയും. അപ്പോൾ അസ്മായി പറയും, ഞാൻ പേപ്പറിലല്ല എഴുതിയിട്ടുള്ളത്, പിന്നെ മാർബിളിന്റെ ഒരു തൂണിലാണ് ഒട്ടകം ചുമന്നു കൊണ്ടുവന്നിട്ടുണ്ട്. 10 പേരെടുത്താലാണ് പൊന്തുള്ളൂ എന്ന് പറയും. കൊടുക്കും. 10 പേരെടുത്താൽ പൊന്തുന്ന മാത്രമോ ആ കനുള്ള ഒരു പിന്നെ മാർബിളിന്റെ തൂണിന് അത്രയും സ്വർണം കൊടുക്കാൻ കൊട്ടാരത്തിൽ ഉണ്ടാവുമോ? മന്ത്രിക്ക് കാര്യം മനസ്സിലാവും. മന്ത്രി പറയും, ഇത് അസ്മായിയാണ് രാജാവ് എന്ന് പറയും. രാജാവ് വേഷം അയക്കാൻ പറയും. അപ്പൊ അസ്മായിയാണ്. അസ്മായിയോട് രാജാവ് ദേഷ്യം പിടിക്കും. എന്താണ് അസ്മായി, എങ്ങനെ രാജാവിനോട് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ അസ്മായി പറയും, രാജാവെ, നിങ്ങൾ കവികളോട് കാണിച്ചത് വലിയ ദ്രോഹമല്ലേ, അവരുടെ അന്നം മുട്ടിച്ചില്ലേ, അപ്പൊ അതിന് പകരം ചെയ്യാനാണ് ഞാൻ ഇങ്ങനെ വന്നത് എന്ന് പറയും. അപ്പോ സമ്മാനം വേണമെന്ന് പറയും. സമ്മാനം തരാൻ പറ്റില്ല എന്ന് പറയും. അങ്ങനെ അവസാനം അസ്മായി പറയും, കവികളുടെ അന്നം മുട്ടിക്കരുത് എന്ന് പറയും. എന്നിട്ട് പോകും അയാള്.